ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് എവിടെ പോവാണ്? അരീക്കൽ വെള്ളച്ചാട്ടം. അതെ, ഞങ്ങൾ ചിന്നു ഇല്ലാതെ, ചിന്നു അവിടെ നിന്ന് വരാൻ ഭയങ്കര ദൂരമാണ്. അതുകൊണ്ട് ഞങ്ങൾ മാത്രം. ചിന്നു അറിഞ്ഞു, അപ്പോൾ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അവിടുന്ന് ഒരു 2-2.5 മണിക്കൂറുണ്ട്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു മണിക്കൂറാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം പോകുന്ന വഴി കാണാം. അവിടെ ചെന്നിട്ട് ചേച്ചി വെള്ളത്തിലൊക്കെ നീന്തുമെന്നും പറഞ്ഞുകൊണ്ട് പോവാണേ. അങ്ങനെ ഞങ്ങൾ അരീക്കൽ വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. അവിടെ വന്നപ്പോഴാണ് ഇന്നത്തെ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. ചേച്ചി അവിടെ ചെന്നിട്ട് നീന്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാണ്. നല്ല പക്ഷേ സ്ഥലം കൂടുതലല്ലേ, കാരണം ഒരു കാട് കാണിച്ചു കൊടുക്കും, തിരിച്ചു പിടിച്ചു ഏത് ചെളിവെള്ളം. ഓ മൈ ഗോഡ്, പിന്നെ കുത്തിയൊക്കെ എന്നാ അങ്ങനെ ഞങ്ങൾ ഒരു 1.5 മണിക്കൂറത്തെ ചാട്ടത്തിന് ശേഷം ഞങ്ങൾ കയറി. എല്ലാവരും മടുത്തു, കുറേ നേരമായില്ലേ, അപ്പോൾ ഇനി തിരിച്ചു പോകണ്ടേ. അപ്പം ഞങ്ങളിങ്ങനെ കയറി. നീ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും നിന്റെ മേക്കപ്പ് എല്ലാം കൂടി ഇളകി നീ അങ്ങ് വെളുത്തിരിക്കുന്നു. അരീക്കൽ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് നമുക്ക് 2 വാക്കുകൾ സംസാരിക്കാം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വളരെ നല്ല വെള്ളച്ചാട്ടമാണ്. അത് വളരെ സുന്ദരവും ലളിതവുമാണ്. അതെ, ഭയങ്കരമായ വലിയ. ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം ഇല്ല എന്നുള്ളതാണ്. ഇതെന്താടി മോനു കൂടെ എന്താ അവിടെ? അയ്യോ, എടി ഉടുപ്പ് താഴ്പൊന്ന് എടുത്തടി. തിരിച്ച് വീട്ടിലോട്ട് പോവാം. നമ്മളെ സമ്മതിക്കണം, ചെളിവെള്ളത്തിൽ ഇറങ്ങി. എടി, അത് ചെളിവെള്ളം അല്ല ചൂ. മോളിൽ ചെന്നിട്ട് കംപ്ലൈന്റ് ചെയ്യണം നമുക്ക്. എത്ര കുപ്പിച്ചില് കിട്ടി? അയ്യോടി, എന്ത് കുപ്പിച്ചില്ലുണ്ടെന്നോ? അല്ല, ഇവിടെ കുപ്പിച്ചില്ല. അവരവിടെ വൃത്തിയാക്കണ്ടേ. അവിടെ ഇങ്ങോട്ട് വന്നപ്പോ ഇത്രയും കയറ്റം തോന്നിയില്ലല്ലോ. എന്താ പോയിട്ട് റെസ്റ്റ് എടുക്കോ? ആരേലും ഇവിടെ വരണമെന്ന് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വേണ്ട. അയ്യോ, ഒന്നുമില്ല, വെറുതെ ഇത്രയും ദൂരമല്ലേ. ശകലം വെള്ളേ ഉള്ളൂ. ചിന്നു ഇത് കണ്ടിട്ട് നമ്മുടെ വീഡിയോയില് വെള്ളച്ചാട്ടം കണ്ടിട്ട് നിങ്ങൾക്ക് അത് തന്നെ പറഞ്ഞോടി എന്ന് പറയാൻ. അല്ലേലും ഞങ്ങൾ രണ്ടും ഇല്ലെങ്കിൽ അവർ രണ്ടും നിങ്ങൾ രണ്ടും എങ്ങനെയായാലും ഒക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വൻ ഫ്ലോപ്പ് ആയിരിക്കും. എടി, ആ പൂ നിൽക്കുന്നു നോക്കിയേ. അല്ലേ മോനു? ഓ, പൂച്ചവാൽ. ഈ മണ്ട കോഴിവാലെന്ന് പറഞ്ഞു. ഇതിനെയാണോ നീ കോഴിവാലെന്ന് പറയുന്നത്? പക്ഷെ അത് കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ? കേരള പളനി കയറുന്ന പോലെ ഇരിക്കും. അതിനേക്കാളും നടയുണ്ടെന്ന് തോന്നില്ലോ ഇത്. അമ്മ, അങ്ങനെ ചുമ്മാ അങ്ങോട്ട് വീശിയൊക്കെ നടക്കുമല്ലേ, കവർ ചെയ്തിട്ട് കഴിയരുത്. അതിൻ്റെ അകത്ത് വെച്ചല്ലേ, എന്നിട്ടാണ് നിനക്ക് മടുപ്പ്. റബ്ബറും തോട്ടം. വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. നമുക്കെല്ലാവരും വിശക്കൂല. എങ്ങോട്ടിറങ്ങിയാലും വിശപ്പ്.
വിശപ്പടക്കായിരുന്നല്ലേ? കിൻഡർ ജോയും കട കാണത്തില്ല. കിളികളുടെ കളകളാരാവും കേട്ടോ. പൈസ കൊടുക്കണം. തരാണ്ട് പരിപ്പോടെ തന്നെ തിന്നുന്നുണ്ട്. ഗ്രീൻ പീസ് പരിപ്പോട്. അതുപോലെ നിങ്ങൾ തരുമായിരിക്കുമല്ലായിരിക്കില്ലേ? ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയടത്തുനിന്ന് ഈ ചിഞ്ചു ചേച്ചി കുറുനരി അവിടുന്ന് ചെടി മോഷ്ടിച്ചു. കണ്ട, അത് വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചു വെക്കുന്ന രംഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, ചേച്ചീനെ കാണാനില്ലെന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് മനസ്സിലായില്ലേ. അത് രാവിലെ ശരിയാക്കി വെക്കാം. അയാൾ എന്നെ ഒരു നോട്ടം നോക്കി കണ്ടായിരുന്നു. ആ ഓട്ടം ഒരു ഫ്രണ്ടിൽ ഒരാള് നിപ്പുണ്ടായിരുന്നേ, അത് അയാൾ അയ്യോ ഞാൻ പേടിച്ചു. ആണോ ആരാന്നറിയത്തില്ല. ഞാൻ പിന്നെ ചിരിച്ചു കളിച്ചു. അതാ ഓട്ടോക്കാരൻ ചേട്ടൻ വന്നപ്പോ ഞാൻ വിചാരിച്ചു ദൈവമേ ചേച്ചീനെ എന്തോ പറയാൻ വരുമ്പോ അതാ ഞാൻ ഞാൻ നോക്കി പച്ചു കുനിയുന്നു. എന്നെ സംഭവം പറഞ്ഞോ പെട്ടെന്ന് എന്താ പറയുന്നത്? എന്തൊരു മാറ്റം പറയാൻ കൂട്ടാ. നമ്മള് പോയിട്ട് അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടോ വെള്ളത്തിൽ ചാടിയത്? അവിടെ പോയതാണോ ആദ്യം മറ്റേ തുമ്പൂർ മൊഴി അവിടുത്തെ ഡാമിൽ പോയതായിരുന്നു ഇഷ്ടപ്പെട്ടെ? ഏത് വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടെ? ആദ്യം പോയത്? ഇപ്പൊ പോയതോ? അതാ പറഞ്ഞേ. തുമ്പൂർ മൊഴി ഡാം. അവിടെ നല്ല ഫോഴ്സ് ആയിട്ട് വരും വെള്ളം. ഇവിടുത്തത് അത് വേനലായിട്ടായിരിക്കും. അത് 6 അടി. 6 ചേച്ചിയുടെ മാലയുടെ അതില് പോയത് കൊണ്ട് ഈ പ്രാവശ്യം മാലയൊക്കെ ഊരി വെച്ചിട്ടാണ് വന്നത്. പോകണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഒരു തുള്ളി പോലും വെള്ളമില്ല. സത്യം കേട്ടോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോ ചേട്ടാ മാലയൊക്കെ ഊരി വെച്ചേക്കാം, വെള്ളച്ചാട്ടത്തിൽ പോയാലോ അവിടെ ചെല്ലുമ്പോ വേണ്ട. ഇത്തിരി ചേച്ചിയുടെ മാല പോയെന്നും പറഞ്ഞോണ്ട് ഞാനും മാലയൊക്കെ ഊരി വെച്ചിട്ടാ വന്നത്. പക്ഷെ കാര്യം ഉണ്ടായില്ല കേട്ടോ. മാല പോയി. മാലയല്ലേ ലോക്കറ്റ്. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. ഇനി ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാവേ. ഇത് കണ്ട നിങ്ങളൊക്കെ നമ്മളൊക്കെ തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ബോംബ്. അതില് സാധനം വലിച്ചൂരി കളഞ്ഞിട്ട് ഗപ്പീനെ ഇട്ട് വെച്ചേക്കോ. കണ്ടോ, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ചിഞ്ചു ചേച്ചിയുടെ വീട്ടിലെ കാണാൻ പറ്റൂ. കണ്ടോ, ചിഞ്ചു ചേച്ചി എന്ന് വെച്ച സുമ്മാവാ. കണ്ടില്ലേ, കൊല വിരുത് കണ്ടില്ലേ. ചേച്ചിയുടെ സൃഷ്ടിയാ. കണ്ടില്ലേ, അല്ലേ? ബർത്ത്ഡേയുടെ വീഡിയോ നീ ഇല്ലായിരുന്നു. എന്നെ വിളിച്ചില്ല. വിളിക്കാത്തോണ്ട് പാവം വരാൻ ഞാൻ ദുഃഖം കഴിച്ചു പറഞ്ഞു. എല്ലാരും വണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞ് എനിക്കിപ്പോ വണ്ണം വെച്ച് ഗൈസ്. വണ്ണം വെച്ച് ഞാനിപ്പോ വീണ്ടും യോഗ തുടങ്ങി.
ചേച്ചി യോഗയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞായിരുന്നു അല്ലേ? സുന്ദരിയായിരുന്നു. പിന്നെ ഇല്ല, എന്നാലും മുഖം ഒന്ന് ഒതുങ്ങി. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഷോർട്സ് എടുക്കാൻ വേണ്ടി വീഡിയോ എടുത്തപ്പം മുഖമൊക്കെ ഉമ്മൊന്നും പറഞ്ഞ് ശരീരമൊക്കെ ഉമ്മൊന്നും പറഞ്ഞ് ഉരുണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ മുടിയും കൂടെ കെട്ടി വെക്കുക പറയേ വേണ്ട. ചിലര് പറഞ്ഞു എനിക്ക് വണ്ണം ഉള്ളതാണല്ലേ. അപ്പൊ പിന്നെ യോഗ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ വീണ്ടും യോഗ ചെയ്തു. 2 ദിവസം വീണ്ടും ഗ്യാപ്പ് ഇട്ട്. ഇനി തിങ്കളാഴ്ച തൊട്ട് തുടങ്ങണം. എന്നാ പിന്നെ ചിന്നു വരാഞ്ഞത് എന്നാ മറ്റേ നമ്മുടെ തൃശ്ശൂർ, അവള് തൃശ്ശൂരല്ലേ, അപ്പം അവിടുന്ന് വരണമെങ്കിൽ എത്ര നേരം വേണം? 2.5 മണിക്കൂർ ദൂരമുണ്ട്. ഞാൻ പറഞ്ഞതാ അവളോട് ഇവിടെ വന്നിട്ട് പോകാന്ന്. അപ്പൊ 1 മണിക്കൂർ പോരെ? അവര് സമ്മതിക്കുന്നില്ല. 2.5 മണിക്കൂർ. അത് അപ്പം അവൾ അത്ര ദൂരം ഉള്ളതുകൊണ്ടാണ് അവള് വരാഞ്ഞത്. ഏതായാലും അവള് വരാഞ്ഞത് നന്നായി. വന്നിട്ട് മറ്റേ ഭയങ്കര ബോറൊന്നുമില്ല. വെള്ളത്തിൽ അവിടെ താഴെ ഭാഗത്ത് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അത് പക്ഷേ കലക്ക വെള്ളം. ഞങ്ങള് കലക്ക വെള്ളം എന്ന് പറഞ്ഞാൽ മറ്റേ ചെടി മറ്റേ ചരല. അപ്പൊ അതിന്റെ കലക്കല, അല്ലാതെ വെള്ളം ചെളിയായിട്ടല്ല. സാധാരണ മറ്റേ എന്നാടെ മണല് പോരുന്നത്, എന്നാടെ പറയുന്നത്, മണലുള്ളതുകൊണ്ടാണ് അത് കലങ്ങുന്നത്. അതാണ്. വെള്ളത്തിൽ കുറെ നേരം കളിച്ചോ. ഞാൻ ഭയങ്കര ബോറായി. പിള്ളേർക്കൊരു എൻജോയ്മെന്റ് ആയിരുന്നു. എനിക്ക് കുഴപ്പമില്ല. അവക്കും കുഴപ്പമില്ല, കാരണം നീന്താനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അപ്പം അതേ ഉള്ളൂ. ഒരു ദിവസം കടന്നുപോയി. കൊള്ളായിരുന്നു അല്ലേ? കുഴപ്പമൊന്നുമില്ല. വെള്ളച്ചാട്ടം ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചോണ്ട് പോയി. നമ്മൾ ഒരുപാട്, കാരണം മറ്റേ നെറ്റിലൊക്കെ നോക്കുമ്പോഴത്തേന് മറ്റേ എന്താ ഇതിന്റെ പേരെന്നാല്, അരീക്കൽ വാട്ടർഫാൾസ് വന്ന് നെറ്റിൽ അടിച്ചു കൊടുത്ത്. അങ്ങനെ ഞങ്ങള് എന്റെ ദൈവം മോളിന്ന് വെള്ളം വീഴുന്നു, കുത്തനെ വീഴുന്നത്. മോളിൽ ചെന്നപ്പോഴേ അവര് പറഞ്ഞത് ഇതാണ് വെള്ളം, താഴോട്ട് പോകണം. അവരത് കാണിച്ച, നമ്മൾ കയറുന്നതിന് മുന്നേ, ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ കാണിച്ചായിരുന്നു. അത്രേ ഉള്ളു വെള്ളം. അയ്യോ, നമ്മള് മറ്റേ കുപ്പിച്ചിന്റെ കാര്യം അവരോട് പറഞ്ഞില്ല. മോനും 2 കുപ്പിച്ചില് കിട്ടി, എനിക്കും 2. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ചുമ്മാ കൈയിട്ട് താഴെ കൈയിട്ടിട്ട് ഇങ്ങനെ എടുത്തപ്പോ അത് കുപ്പിച്ചില്ലായിരുന്നു. ചേട്ടാ ഇത് തന്നെ ഇങ്ങനെ പെറുക്കി നോക്കിയപ്പോ കുപ്പിച്ചില്. പിള്ളേര് ഫുള്ള് പിള്ളേരല്ലേ ഇവിടെ കളിക്കുന്നത്. അപ്പൊ അവരത് ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.